ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ 3ാമത്തെ ദിവസമാണ്. അപ്പം ഞാൻ ഇന്ന് ഇൻറ്റേൺഷിപ്പിൽ നമ്മളിന്ന് കുറച്ച് സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് സൈറ്റൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു വ്ളോഗാക്കി എടുത്തിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുക്കും, കുറേ എണ്ണത്തിലൊന്നും കൊടുക്കില്ല. അപ്പം നിങ്ങൾ അതിൽ കുറേ ഒന്നും പറയാനില്ല, അതാണ്. അവിടെ എന്തൊക്കെ കണ്ടു എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോയത് ഒരു ബോയ്സ് ഹോസ്റ്റൽ കാണാനായിരുന്നു. ഈ ബോയ്സ് ഹോസ്റ്റലെന്ന് വെച്ചാൽ ഫുള്ള് പൊട്ടി കിടക്കുകയാണ്, എന്നിട്ട് അവിടെ ഇപ്പോൾ കുറച്ച് കുട്ടികൾ മാത്രമേ അവിടെ നിൽക്കണുള്ളൂ. ബോയ്സ് ഹോസ്റ്റലിൽ ഫുള്ള് കുറേ പാരകളും എന്തൊക്കെയോ ആണ് കൊണ്ടു വച്ചിരിക്കുന്നത്. ഫുള്ള് പൊട്ടി പൊളിഞ്ഞ ഒരു ഹോസ്റ്റലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലൊക്കെ കണ്ട് ഭയങ്കര, നമ്മൾ ഉള്ളിലേക്കാണ് ഹോസ്റ്റൽ, ഭയങ്കര കാട്ടിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റൽ കണ്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോണത് കവ കാണാനാണ്. കവേൻ്റെ അവിടെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രിഡ്ജ് കാണാനാണ് നമ്മൾ അടുത്തായിട്ട് പോയത്. അപ്പം നമ്മൾ കുറേ കാറിൽ പോയത് കേട്ടോ, നടന്നിട്ടല്ല കേട്ടോ, കാറിൽ പോയത്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു വരിട്ടാ, എന്നിട്ട് ബാക്കി നമ്മളൊക്കെ അപ്പം പറയാം. ഇതിനൊരു അന്ത്യമില്ലേ? നോക്ക് നീ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തിന്. ഇതാണ് ആ ബ്രിഡ്ജ്, പണിയെടുക്കുന്ന ബ്രിഡ്ജാണ്. അപ്പം ഞാൻ അവിടെ വലിയൊരു ചേരാട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ ചേരാട്ട, ഇന്ന് വരെ അങ്ങനത്തെ ചേരാട്ട കണ്ടില്ല. അപ്പം ഞങ്ങൾ എവിടെ എത്തി? ആ സൈറ്റിലെത്തിയിട്ടാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെന്താണ്, കുറേ വീഡിയോ ഒക്കെ എടുത്ത്, പ്രകൃതിയുടെ വീഡിയോസൊക്കെ നമ്മളെടുത്തു. ഇതൊക്കെയാണ് എൻ്റെ ടീം മെമ്പേഴ്സ്. ഇതൊക്കെയാണ് ഞങ്ങളെ ഇൻറ്റേൺഷിപ്പിൻ്റെ മെമ്പേഴ്സ് കേട്ടോ. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് പോയി, ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇത് അഭിനന്ദനയാണ്. ഭയങ്കര മടിയാണ് വീഡിയോയിൽ വരാൻ, എന്താ അറിയില്ല, എല്ലാവർക്കും അങ്ങനെ മടിയാണ്. ചേടാ, എൻ്റെ ടീമിലുള്ള എല്ലാവർക്കും മടിയാണ്, ഒന്നുപോലും മുഖം കാണിക്കത്തില്ല. ബ്രിഡ്ജ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് സെൽഫി എടുക്കാം. അബി പിന്നെ ഇതാണ് നമ്മൾ കാണാൻ പോയ ബ്രിഡ്ജിൻ്റെ പകുതി ഭാഗം. അപ്പോൾ സാറ് പറയുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങൾ ആ ഫോട്ടോ എടുത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയും പെയ്ത്. അപ്പോൾ ഞങ്ങൾ മഴയത്ത് ഇങ്ങനെ കൊടയും ചൂടി ഇങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ മേലെ കയറി എല്ലാവരും പാടെ ഫോട്ടോ ഒക്കെ എടുത്ത്. നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ ഒരു പരിപാടി. എന്ന് വെച്ചാൽ പരിപാടിയല്ല, ഇന്നത്തെ സൈറ്റ് കാണാൻ പോണത്. നല്ല ക്ലൈമറ്റും നല്ലൊരു ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് നിവേദയാണ്. അനങ്ങാതൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അറ്റൻഷനായി കാര്യം. പിന്നെ ഞങ്ങളൊരു 5-5:30 ആകുമ്പോഴത്തേന് അവിടെ നിന്ന് അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ഹോസ്റ്റലിലേക്കൊക്കെ പോകാൻ വേണ്ടി ഓരോരുത്തർ വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി നിന്ന്. അതിൻ്റെ മുന്നേ ഞങ്ങൾ ചാടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഹോട്ടലിൽ. അവിടെ വെച്ച് ഭയങ്കര സീനറി എന്ന് വെച്ചാൽ ഭയങ്കര നല്ല ഭംഗിയായിരുന്നു ഹോട്ടലൊക്കെ, നല്ല സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ കോഫി കുടിക്കാൻ കയറിയപ്പോഴും കുറേ ഫോട്ടോ എടുത്ത്. അവിടെ ഫിഷ് ടാങ്കൊക്കെ ഉണ്ടായിരുന്നു, വലിയ ഫിഷ് ടാങ്കും. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. അവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ ഒരു ഇതിലിങ്ങനെ കുറേ പൂവും എന്തൊക്കെയോ
ഒരു ഡിസൈനൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോട്ടൽ ക്ലീൻ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഉള്ളിലേക്ക് ഇരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പുറത്തിരുന്നിട്ട് എല്ലാവരും കോഫി ഓർഡർ ചെയ്ത്. അഭിനന്ദന കോഫി കുടിക്കൂല, അപ്പോൾ അഭിനന്ദന ഒന്നും കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് കൊടുത്ത്, ഫോട്ടോ അല്ല കേട്ടോ വീഡിയോ എടുത്ത്. ഞാനാണെങ്കിലോ കണ്ട കായും പൂവൊക്കെ വീഡിയോ എടുത്തേക്കണ് ഒരു രസത്തിന്, വലിയ വ്ളോഗാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി മധുരമ്പളി ഇടണം. നല്ല കയ്പുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും മധുരമായിട്ട് ഞാൻ ഭയങ്കര ഷോക്കായിട്ടാട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്താ അറിയില്ല, ഒന്നും പറയാൻ കിട്ടില്ല. ഞാൻ ആലോചിച്ച് ഇങ്ങനെ പറയുമ്പോൾ അത്ര കട്ട് എനർജി വരുന്നില്ല ഗൈസ്. സാരമില്ല, നമുക്ക് അടുത്തതിൽ ശരിയാക്കാം. ഇങ്ങനെയൊക്കെയല്ല ഓരോന്ന് പഠിക്കണേ. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തി. ഞങ്ങൾ കുറച്ച് അവിടുത്തെ ആ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ബസ് കയറി ഞങ്ങൾ അങ്ങനെ സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ റീൽസൊക്കെ എടുത്തിട്ട് ഞാൻ ഇതിൽ ഷോർട്സാക്കി ഇട്ടതായിരുന്നു, പക്ഷേ എന്തോ കോപ്പി റൈറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ വോയിസ് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഭയങ്കര മഴയിനി. അങ്ങനെ അങ്ങനെയൊക്കെയോ ഹോസ്റ്റലിലെത്തുമ്പോൾ വരുന്ന വഴിക്ക് ഞാൻ മാംഗോൻ്റെ യോഗോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത ടേസ്റ്റ്, ഞാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്, ബൈ.